ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ് നാളെ, അതായത് ജൂലൈ 18-ാം തീയതി. അപ്പോൾ ചേട്ടനൊന്ന് സർപ്രൈസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. പക്ഷേ നമ്മൾ ഓഫീസിൽ പോയി ജോലി കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ഇവിടുന്ന് പോവുള്ളൂ. നൈറ്റ് അവിടെ എത്തണം, അതാണ് പ്ലാന്. അപ്പോൾ ഞാനും അനിയും കൂടെ ഓഫീസിൽ പോയിട്ട് വൈകുന്നേരം അങ്ങോട്ട് പോകും, അതാണ് പ്ലാൻ. അപ്പോൾ നമുക്ക് വീഡിയോ പോയി മോനെ സർപ്രൈസ് ചെയ്തിട്ട് നാളെ കാണാം. അപ്പോഴേ ബൈ. കാണണം ഇന്നാളത്തെ പോലെ. നല്ല മഴയുണ്ട്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ റെയിൻകോട്ട് ഇട്ടുകൊണ്ട് ഇടയ്ക്ക് നിർത്തി റെയിൻകോട്ട് ഇടാൻ വേണ്ടിയിട്ട് സമയങ്ങളില്ല. അത്യാവശ്യം തിരക്ക് കുറവായിട്ടുള്ള ഒരു ലോകം തന്നെയായിരുന്നു. കാരണം മഴയായതുകൊണ്ട് തന്നെയായിരിക്കും. നമ്മൾ നേരെ തിരുവനന്തപുരം PMG എത്തിയിട്ടുണ്ട്. ആനിനെ അങ്ങനെ ഞാൻ ഇവിടെ ഇറക്കി വിടുകയാണ് ഗൈസ്. ഇനി നേരെ ഓഫീസിൽ പോകണം. അങ്ങനെ ഓഫീസിൽ നിന്ന് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ആനിയെ പോയി വിളിക്കണം. ആനിയെ വിളിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രാവിലത്തെ പോലെ തന്നെയാണ് ഇപ്പോഴും, തിരക്കൊന്നും ഇല്ല. പക്ഷേ മഴക്കോൾ ഇങ്ങനെ കിടപ്പുണ്ട്, മഴ പെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. എന്തായാലും ആനിത വരണമുണ്ട്. വരുന്നു ഗൈസ്. പാലോട് വഴിയാണ് സാധാരണ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ഓഫീസിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് നിന്ന് നേരെ ചേട്ടൻ്റെ സ്ഥലത്തേക്കാണ് മേപ്പിട്ടത്. മേപ്പിട്ട് പോകുന്നതുകൊണ്ട് തന്നെ വലിയ ദൂരം ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഏകദേശം 230 കിലോമീറ്ററാണ് കാണിക്കുന്നത്. നമ്മൾ പാലോട് വഴിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴേ ഏകദേശം ഒരു 200 കിലോമീറ്റർ 204 കിലോമീറ്ററൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമില്ല. നമ്മൾ ഓഫീസിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഈ ഒരു റൂട്ടേ നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ചുറ്റിക്കറങ്ങി വേണം പോകാനായിട്ട്. പോകുന്ന വഴിക്ക് വലിയ തിരക്കോ കാര്യങ്ങളൊന്നുമില്ല, മഴക്കോളും അങ്ങനെ തന്നെ ഇല്ല. പക്ഷേ ഈ ഈവനിങ് ടൈമിൽ പോകുമ്പോഴത്തേക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഓഫീസിൽ വർക്ക്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ സിഗ്നലിലൊക്കെ കിടന്നിട്ട് മണിക്കൂറോളം വണ്ടി ഓടിച്ച് വേണം പോകാനുള്ളത്. പോണ വഴിക്ക് ഒരുപാട് അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ട്. ഇതൊരു ഗാർഡനാണ്, പക്ഷെ കാണാൻ നല്ല ഭംഗിയിൽ തന്നെ ഒരു ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ചിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും. മഴക്കോളുണ്ട്, നല്ല കിടിലം മഴക്കോളുണ്ട്. എപ്പോഴും വേണോ മഴ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ കാഴ്ചകൾ കണ്ടുകൊണ്ട് പോകുമ്പോഴത്തേക്കും എതിർ സൈഡിൽ നിന്ന് ഓവർടേക്ക് ചെയ്ത് ഭയങ്കര സ്പീഡിലൊക്കെ വണ്ടികൾ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്, നമ്മളെ സൈഡിലോട്ട് വരുന്നുണ്ട്. അതുപോലെ മിക്കതും ഞാൻ വീഡിയോ എടുക്കുന്നത് ഈ ലാസ്റ്റ് വെള്ളം വരെയുണ്ടല്ലോ അതിൻ്റെ സൈഡിൽ നിന്നൊക്കെയാണ്. അങ്ങനെ ചടയമംഗലത്തെ കാഴ്ചയാണിത്. ചടയമംഗലത്ത് എത്തിയപ്പോഴത്തേക്ക് മഴ പെയ്ത് ആ സമയത്തിന് കയറി നിന്നപ്പോൾ എടുത്ത വീഡിയോ ആണത്. അങ്ങനെ 5 മിനിറ്റ് അവിടെ നിന്ന് മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞങ്ങൾ ഇനി ഞങ്ങൾ റെയിൻകോട്ട് ഇട്ടാണ് പോകുന്നത്. ഇതുവരെ റെയിൻകോട്ട് ഇട്ടിട്ടില്ലായിരുന്നു. റെയിൻകോട്ട് ഇട്ടുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം നല്ല തണുപ്പുണ്ട്. അതുപോലെ തന്നെ മഴ ഇനി ഇടയ്ക്കിടയ്ക്ക് പെയ്യുമ്പോഴത്തേക്ക് ഇറങ്ങി കയറി റെയിൻകോട്ട് ഇടാനും ഇടാനും ഒക്കെ ഉള്ള വലിയ ടൈം പോയിക്കൊണ്ടിരിക്കും. ഏകദേശം ഒരു 10:30 ടൈമാണ് ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യണ ഗോകുലേട്ടനാണ് അവിടുത്തെ സൂത്രധാരൻ. പുള്ളിക്കാരനത് കേക്കൊക്കെ വാങ്ങുന്നതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, നീ ധൈര്യമാക്കുക, എല്ലാം സെറ്റാക്കാം, പുള്ളിയുടെ വീട്ടിൽ വെച്ച് സെറ്റാക്കാം എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 100 കിലോമീറ്ററൊക്കെ പിന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് ഗവിയിൽ പോകുന്ന വഴിയൊക്കെ ഉണ്ട് കേട്ടോ. ഏകദേശം 8:30 ആയപ്പോൾ പുളിങ്കുന്നത്ത് വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ ചെറുതായിട്ട് ചപ്പാത്തിയും കുറുമയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ വിട്ടു. അങ്ങനെ നമ്മൾ മൂവാറ്റുപുഴ എത്തിയിട്ടുണ്ട് ഗൈസ്. മൂവാറ്റുപുഴ സിഗ്നലാണ്. ആനിതാ പുറകെ ഇരുന്ന് കോട്ട് പോയിട്ട് തള്ളിക്കൊണ്ടിരിക്കുന്നത്. ഉറക്കെ പറഞ്ഞാടി. ഒട്ടുമില്ല, മോഹൻ കണ്ടാ പറയൂല. ഇവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. വലിയ തിരക്കാ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി ഇവിടെ നിന്നൊരു 13 കിലോമീറ്ററും കൂടെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യണ ഗോകുലം എന്ന് പറയുന്ന ചേട്ടനുണ്ട്. പുള്ളിയുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുള്ളിക്കാരനെ വിളിച്ച് സെറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഒരു കേക്ക് കാര്യങ്ങളൊക്കെ അറേഞ്ച് വെച്ചത്. ഇവിടെ പുള്ളിയുടെ വീട്ടിലോട്ട് ചെല്ലാനാണ് പുള്ളി മാപ്പൊക്കെ ഇട്ട് തന്ന്. അപ്പോഴേ നേരെ പുള്ളിയുടെ വീട്ടിലാണ് പോണത്. അപ്പോൾ നമ്മൾ മൂവാറ്റുപുഴ എത്തിയിട്ടേ ഉള്ളൂ. അങ്ങനെ നമ്മൾ 11:30 ആയപ്പോൾ ഗോകുലി ചേട്ടൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഇനി ബാക്കി ഇവിടെ കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവരെ വിളിക്കാം. അവരവിടെ എന്തെങ്കിലും സെറ്റാക്കി നമ്മൾ കേക്കൊന്നും എടുത്ത് വെച്ചില്ല. അവന്തോ അവിടെ എവിടെ വന്ന് നോക്കണുണ്ട്. ഞാൻ പതുക്കെ ക്യാമറ അങ്ങോട്ട് നീക്കി വെച്ചിരുന്നത്. കാണുന്ന ചെറിയ മേശേരെ ക്ലാസ്സിൽ കൂടെ കാണാൻ ഇങ്ങോട്ട് നടന്നു വരണത്. നമുക്ക് പതുക്കെ അകത്തോട്ട് തിരിച്ചു പോകണേരിക്കുന്നല്ലോ. കണ്ട ആ ക്ലാസ്സിൽ കണ്ട ഗോകുലേട്ടനും ഗോകുലേട്ടൻ്റെ വൈഫ് സൗമ്യ ചേച്ചിയും കൂടെ ചേട്ടൻ്റെ അടുത്ത് കാര്യം പറഞ്ഞോണ്ട്
നിൽപ്പുണ്ട്. നമുക്ക് പതുക്കെ പുറകെ കൂടെ ചെന്നിട്ട് ബർത്ത്ഡേ വിഷ് ചെയ്യാം. ഇതിൻ്റെ മൊത്തത്തിലുള്ള അണിയറ പ്രവർത്തകനാണ് ഗോകുലേട്ടൻ. പുള്ളി അവിടെ നിൽപ്പുണ്ട്. പുള്ളി കിട്ടിയ ഗ്യാപ്പിലൊക്കെ വന്ന് കേക്ക് വാങ്ങിയതാണ്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. പ്രതീക്ഷ ഒരു പിന്നെ 3-4 ദിവസമായിട്ട് ഉറക്കൊണ്ടിരിക്കും ഞാൻ എന്റെ നിന്റെ കൂടെ വന്നിട്ട് ഈ പണിയിട്ട് ഇതൊക്കെ എന്ത് പണി? നീ പ്രതീക്ഷ? ഞാനൊന്നും പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷ വേറെ ഉള്ളൂ. ഇവ എന്നിട്ട് ഇവിടെയൊക്കെ വന്ന് നോക്കിയല്ലേ ഇവ? നല്ല രസം. ആരെയും പ്രതീക്ഷയല്ല. ആരെയും പ്രതീക്ഷ അത്രയും പോരില്ലേ? ഇതേ യൂട്യൂബിലിട്ട് കൊള്ളാം. ഞാൻ ഇടും, ഉറപ്പായി ഇടും. വീഡിയോ എടുത്തോണ്ടിരിക്കല്ലേ. ഇന്ന് ഇറങ്ങിപ്പോ വീഴും. എന്നാ പിന്നെ ചടങ്ങിലോട്ട് അങ്ങ് കിടക്കാം. അടേടിയോ വിഷയം അതൊന്നുമിടല്ലേ? എന്ത് ചിരിച്ചു ചാവും. അതെ, എഴുതിയത് ആളാണ്. എന്തായാലും കുഴപ്പമില്ല. ചേട്ടനുള്ള കേക്ക്. വെറുതെ അല്ല രാഹുൽ പൊക്കുന്നു. വാ ചായ കുടിക്കാൻ പോവാന്ന്. ഊർക്കം വിളിക്കാന്ന് പറഞ്ഞു. എന്റെ കുത്തിനാക്കാന്ന് പറഞ്ഞു ഇരുന്നാണ്. നൈസല്ലേ? ആ വലിയ കുഴപ്പമില്ലെങ്കിലേ അങ്ങോട്ട് പറഞ്ഞാൽ മതി. വലിയ കുഴപ്പമില്ലത്. ഗോകുലേട്ടൻ തന്നെ കേക്ക് സെറ്റ് ചെയ്തു. അതല്ല ഞാൻ അതൊക്കെ ഇതൊക്കെ എപ്പ സാധിക്കണം? ആരെങ്കിലും ഒക്കെ ഇൻവൈറ്റ് ചെയ്താന്നായിരിക്കും. ക്ഷമിക്കണം, ഞാൻ പറഞ്ഞില്ല എന്റെ സാഹചര്യത്തിന്റെ പരിമിതി പോലെ എനിക്കതൊന്നും പറ്റില്ല. മതി, അധികം ഓടിക്കണ്ട. അതെ ഞാൻ പിടിച്ചു തരാം. കേക്ക് വരെ പറന്നോണോ? കട്ടിയടാ. ഊരിട്ട് കട്ടിടാ. Happy birthday to you. Happy birthday to you. Happy birthday dear ശ്രീജി. ആരാണത്? എന്തായാലും ഇത്രയും പണിയൊന്നല്ലേ? കമാൺ. ഇല്ലില്ല, എനിക്കല്ല ഫസ്റ്റ്. അങ്ങനെയൊന്നുമില്ല. ഇതിന്റെ സൂചനായിരിക്കും നിൽക്കണം. ക്യാമറ ഷെയ്ക്ക് ആകരുത്. ചെറിയ ശേഷം ക്യാമറ അങ്ങനെയല്ല, അത് ഞാൻ കഴിക്കാം. കൈ വറക്കിട്. പക്ഷെ വെളിയിലും മറ്റേ പൊട്ട സാധനങ്ങളായിരുന്നു അല്ലേ? ഓരേണ്ട സാധനം കിട്ടില്ല. കമാൺ. എനിക്ക് വേണ്ട, എനിക്ക് ശരിയാത്തില്ല. അത്രയും പറ്റല്ലേ? അത്രയും പറ്റൂല. വേറെ മുറിച്ചാലാണ്. ഓ, ആ കൊള്ളൂല, മധുരമില്ല. അത് ഡെമോടാ. നല്ല പ്ലാസ്റ്റിക് എങ്ങനെ അടിക്കും. പഴം തന്നെയാ. ഞങ്ങളുടെ വക ഒരു സമ്മാനം. ആ ശരിയാ, തുണി പോലെ അലക്കാൻ കറക്റ്റ് തന്നെ എന്തോ. ഞാൻ ഇത്തിരി റിച്ച് ആയി പോയടേ. ഞാൻ ഇത്തിരി റിച്ച് ആയി പോയി. എന്ത് ചെയ്യാൻ പറ്റും? രണ്ടാഴ്ചത്തേക്ക് ഡ്രസ് കളക്കണ്ട. 1 ഞാൻ മാറ്റിയിട്ടുണ്ട്. 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 1 ഞാൻ മാ
അത് പർപ്പസ് അല്ലേ അതാ കേറുന്നത് ഡാ, നീ ഇത് പ്രതീക്ഷിച്ചായിരുന്നോ? ഇപ്പൊ പറയടാ നീ പ്രതീക്ഷിച്ചാടാ ഇത്? നിന്റെ ബർത്ത്ഡേ ആഘോഷം നീ പ്രതീക്ഷിച്ചാടാ? പറയടാ. ഇല്ല ഇത് നോക്കി പറ. കഴിഞ്ഞ നമ്മളെ 3G ആക്കി വിട്ടു നീ. ഇപ്പഴത്ര ഉള്ളു. ഇപ്പഴും തിരിച്ചു തന്നെ. എനിക്ക് വല്ല റിയാക്ഷൻ ഉണ്ടായിരുന്നോ? എന്നാലും നീ ഞെട്ടിയില്ലേ? നിന്റെ മുഖത്തെ റിയാക്ഷൻ കണ്ട് അതെന്നാ നീ ഇങ്ങനെ ഇല്ല ഉറക്കം വന്ന് കിടക്കും കഷ്ടം. ഗോകുലേട്ടൻ്റെ വീട്ടിൽ അടിപൊളിയായിരുന്നു. ആ ഒരു കേക്ക് മുറിപ്പും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഏകദേശം 1-2 മണിക്കൂറോളം ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞു. അവർ 4-5 ദിവസം കൊണ്ട് കണ്ടിന്യൂസ് ഉറക്കമില്ലാതൊക്കെ ആയിരുന്നാണ് ചേട്ടനും ഗോകുലേട്ടനൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് കേക്ക് കട്ട് ചെയ്യാനും എല്ലാത്തിനും കൂടെ കൊണ്ടുവന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ തന്നെ കിടന്നുറങ്ങി. പിന്നെ രാവിലെ ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഗോകുലേട്ടൻ്റെ അമ്മേനെയും കൊണ്ട് അവർക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകണമായിരുന്നു. അവർ അതിന് പോകാനൊക്കെ നിന്ന സമയത്തിന് ഞങ്ങൾ ഇറങ്ങി അവിടെ നിന്ന്. ഞങ്ങൾ പിറ്റേന്ന് അന്ന് വീട്ടിൽ വന്നത് ഏകദേശം 2:30 മണിയോ 4:30 മണിയോ എന്തൊക്കെ ആയി. ഏകദേശം ഒരു 7-8 മണിക്കൂർ നീണ്ടു നിന്ന വണ്ടി ഓടിക്കുമായിരുന്നു. പതുക്കെയാണ്, വളരെ പതുക്കെയാണ് വന്നത്. അപ്പോഴേ ഈ ഒരു വീഡിയോ എത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനോട് എനേബിൾ ചെയ്ത് വെച്ചാൽ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.